മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാം എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് ആശ്വാസം നൽകുന്ന നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. എന്നാൽ റിപ്പോർട്ടിന്മേൽ അനുമതിയില്ലാതെ നടപടി സ്വീകരിക്കരുത് എന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. മെയ് 30-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാകും എന്നാണ് പ്രതീക്ഷയെന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കോടതി സ്റ്റേ നൽകിയതിന് തൊട്ടു പിന്നാലെ പ്രതികരിച്ചു. ഒരു വലിയൊരു അമെൻമെന്റ് എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിന്റെ ഓർഡർ നേരത്തെ ഫൈനലായിരുന്നു. ഇപ്പം അതിന് മുകളിലേക്ക് ഹൈക്കോടതിയിലേക്ക് അപ്പീലുണ്ട്. അതുകൊണ്ട് ഒരു ലെയർ വലിയ അപ്പീലുണ്ട് ഹൈക്കോടതിയിലേക്ക്. അതുകൊണ്ട് വലിയൊരു ആശ്വാസമാണ് അത് പാർട്ടീസിന്. അതെന്ന് വെച്ചാൽ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ കോടതിയിൽ അപ്പീൽ കൊടുക്കാമല്ലോ. നേരത്തെ അപ്പീലില്ലായിരുന്നു. അതല്ലാതെ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഈ അമെൻമെൻറ്റിൻ്റെ സ്കോപ്പിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ അമെൻമെൻറ്റിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഏത് രീതിയിൽ അത് മുനമ്പത്തിനെ ബാധിക്കും എന്നുള്ളത് നിലവിലെ കേസുകളിൽ കോടതി തന്നെ അഡ്ജുഡിക്കേറ്റ് ചെയ്യണം. കോടതിയുടെ അഡ്ജുഡിക്കേഷൻ പരിധിക്കുള്ള കാര്യമൊന്നും കമ്മീഷൻ തീരുമാനിക്കാൻ അധികാരമില്ല. സർക്കാരിന്റെ വിജയമാണെന്ന് മുനമ്പം സമരസമിതി ചെയർമാൻ ജോസഫ് റോക്കി പ്രതികരിച്ചു. വളരെ സന്തോഷം. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, ഞങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു പിടിക്കാനായിട്ട് സർക്കാർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ സർക്കാർ വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങളും ഇതിലൂടെ ഞങ്ങളുടെ റവന്യൂ അവകാശം സർക്കാർ പുനഃസ്ഥാപിച്ചു തരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. നിതിൻ, ഈ മുനമ്പം വിഷയം പഠിക്കുന്നതിന് വേണ്ടി മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ എന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെ സർക്കാർ വെച്ചത്. ആ കമ്മീഷന് വെക്കാൻ പോലുമുള്ള അധികാരം സർക്കാരിന് ഈ ഘട്ടത്തിൽ, അതായത് ഈ വഖഫ് വിഷയത്തിൽ ഇല്ല എന്നായിരുന്നു കോടതി പറഞ്ഞത്. ഇപ്പോൾ ആ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് സ്റ്റേജ് നൽകിയിരിക്കുന്നു. ഇതോടുകൂടി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് താൽക്കാലിക ആശ്വാസമാണ്. മുനമ്പം സമരസമിതി ഈ തീരുമാനത്തെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നത്? എന്താണ് അവരുടെ പ്രതികരണം? അതോടൊപ്പം തന്നെ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? എന്തായാലും മുനമ്പം സമരസമിതിയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ഇതിലൊരു കാലതാമസം ഉണ്ടാകരുത് എന്നാണ് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച ആവശ്യം. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ആ അപ്പീൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ എന്തായാലും സർക്കാരിന് അനുകൂലമായ ഒരു ഉത്തരവ് നൽകിയിരിക്കുകയാണ്. സർക്കാർ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനാനുമതി നൽകണം. മുനമ്പം ജനതയുടെ ആശങ്കകൾക്ക് പരിഹാരമാകുന്ന ശുപാർശകൾ കമ്മീഷനിൽ നിന്ന് സ്വീകരിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ നടപടി തുടരണമെങ്കിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് തടസ്സമാണ്. അതുകൊണ്ട് സർക്കാരിന് അനുകൂലമായ ഒരു ഉത്തരവ് വേണമെന്നൊരു ആവശ്യമാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ തന്നെ സർക്കാർ മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവ് സർക്കാരിന് അനുകൂലമായി വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനെ തുടരാം, കമ്മീഷന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകാം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി വിശദമായ ഒരു അപ്പീൽ അത് വേണ്ടവധി ശേഷം പരിഗണിക്കും. എന്തായാലും ഫെബ്രുവരി 28 ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞിരുന്നു. അതിനുശേഷം സർക്കാർ 3 മാസം വീണ്ടും നീട്ടുകയായിരുന്നു. ഇതിനിടയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വരുന്നത്. അത് സർക്കാർ സംബന്ധിച്ചാണെങ്കിൽ വലിയ തരത്തിൽ തടസ്സമായിരുന്നു. പ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും സർക്കാർ വ്യക്തമാക്കിയത് ഇതിന് മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു പോംവഴിയുണ്ട്. അതിനായി സർക്കാരിന് നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ ശുപാർശകൾ സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ ഒരു തുടർ നടപടി സ്വീകരിക്കില്ല എന്നാണ് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിലും സമാനമായ ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുമുണ്ട്. റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ടിന്മേൽ സർക്കാരിന് ശുപാർശകൾ സ്വീകരിക്കാം, അതിന്റെ നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്ന ഒരു നിലയിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനത്തെ ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റുക. എന്തായാലും മുൻപ് ജനത ഈ ഒരു കാര്യത്തിൽ അവർ ആശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ കാലതാമസം ഉണ്ടാകുമെന്നൊരു ആശങ്കയാണ് അവർ നേരത്തെ മുന്നോട്ട് വെച്ചത്. സമാനമായ ഒരു ആശങ്ക ഇപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും സമരം ഇപ്പോൾ 177 ദിവസം പിന്നിടുന്നു. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്ന ഘട്ടത്തിൽ മുനമ്പം ജനത നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സർക്കാർ കണ്ണിൽ പൊടിയാൻ വേണ്ടിയാണ് ഇത്തരമൊരു കമ്മീഷനെ നിയോഗിച്ചത്. അത് വലിയ കാലതാമസം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ വലിയ ആശങ്ക അവർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഒരു ഉത്തരവ് വന്നൊരു പശ്ചാത്തലത്തിൽ അവർ അല്പം ഒരു ആശ്വാസമാണ്. പക്ഷേ ഏത് നിലയിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ സർക്കാർ തന്നെ ഒരു കൃത്യമായ മറുപടി പറയണം. ഏതായാലും ഈ കാര്യത്തിൽ നേരത്തെ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, പരിശോധിക്കുന്നു, അതിനുശേഷം നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുന്നു, അതിലെന്ത് നടപടി വേണമെന്ന് പിന്നീട് തീരുമാനിക്കപ്പെടും എന്നുള്ളതാണ്. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.